ബഹറുൽ ഉലൂമിൻ്റെ ശിഷ്യന്മാരാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. കാരണം അതിനോടൊന്നും ഞങ്ങളാരുമില്ല. പക്ഷേ ഞങ്ങളുടെ ഉസ്താദുമാർ, മഹാനായ AP ഉസ്താദും സുലൈമാൻ ഉസ്താദും അതുപോലെ ഷെയ്ഖുന അബ്ദുൽ ഖാദിർ ഉസ്താദ് പോലത്തെ ഞങ്ങളുടെയൊക്കെ ഉസ്താദുമാർ, അവരുടെ ഒരു ബറക്കത്ത് കൊണ്ടായിരിക്കാം അവിടുത്തെ ദർസിൽ ഞങ്ങളൊക്കെ എത്തിപ്പെട്ടത്. അല്ലാഹു തആല ആ ബറക്കത്ത് നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാതെ ഞാൻ ബഹറുൽ ഉലൂമിൻ്റെ ശിഷ്യനാണ് എന്ന് പറയാൻ ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല. ഏതായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആ ബഹറുൽ ഉലൂമിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന അടയാളമാണ് മർക്കസ് സഖാഫത്ത് സുന്നിയ, അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമയും, അതുപോലെ തന്നെ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും. അവരൊന്നും നമുക്ക് മറക്കാനും അവഗണിക്കാനും കഴിയില്ല. കാരണം രണ്ട് ശക്തികളാണെന്ന് മതപരമായി കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളൊക്കെ മൗലവിമാരാണല്ലോ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് എന്ന വിഷയത്തിൽ കേരളത്തിൽ രണ്ട് ശക്തികളാണ്, പ്രധാന രണ്ട് ശക്തികൾ. മറ്റ് ശക്തികളുണ്ട്, പ്രധാനപ്പെട്ട രണ്ട് ശക്തികളാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒന്ന് സുൽത്താനുൽ ഉലമയുടെ നേതൃത്വവും, അതുപോലെ തന്നെ സുലൈമാൻ ഉസ്താദിന്റെ നേതൃത്വവും, അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സയ്യിദുൽ ഉലമ തങ്ങൾ അവരുടെ നേതൃത്വവും. എന്നാൽ ഈ രണ്ട് നേതൃത്വവും ബഹറുൽ ഉലൂമിന്റെ ശിഷ്യന്മാരാണ്. ഏറ്റവും വലിയ മഹത്വം അത് ഇന്നത്തെ കേരളത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഇന്നത്തെ മുതഅല്ലിമീങ്ങളെ, രണ്ട് ശക്തികളെ നമുക്ക് കേരളത്തിൽ പുറത്തിറങ്ങിയാൽ അറിയുമെങ്കിൽ ആ രണ്ടിൽ ഒരു ശക്തിയാണ് സുൽത്താനുൽ ഉലമ. അദ്ദേഹത്തിന്റെ നേരിട്ട ഉസ്താദാണ് ബഹറുൽ ഉലൂം. മാത്രല്ല അവിടുന്ന് വളരെ ഇഷ്ടപ്പെട്ട ഇത് കേട്ടറിവോ വായിച്ചറിവോ അല്ല, അനുഭവങ്ങളുടെ ചീന്തുകളാണ്. അതേ പറിച്ചെടുത്ത ചീന്തുകളാണ്. രക്തത്തുടിപ്പ്, യാഥാർത്ഥ്യത്തിന്റെ രക്തത്തുടിപ്പ് ഇപ്പോഴും അതിൽ കാണാൻ കഴിയും. വെറുതെ കളവ് പറയുകയല്ല. മഹാനായ ബഹറുൽ ഉലൂമിന്റെ അരികിൽ ഞങ്ങൾ ഓതുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ആ അടുപ്പം, സുൽത്താനുൽ ഉലമയോടുള്ള വല്ലാത്ത അടുപ്പം, സന്തോഷവും. എന്നാൽ മറ്റൊരു ശക്തിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സയ്യിദുൽ ഉലമ. ബഹറുൽ ഉലൂമിന്റെ പ്രധാന ശിഷ്യന്മാരിൽ മറ്റൊരു ശിഷ്യനാണ് തിരങ്ങാടി ബാപ്പു മുസ്ലിയാർ, നവ്വറല്ലാഹു മർഖദ. അല്ലാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കട്ടെ. നമ്മൾ മക്കളെ ഇവിടെ ഒരുമിച്ച് കൂടിയത് വയത് കേൾക്കാനോ പ്രസംഗം കേൾക്കാനോ അല്ല, മറിച്ച് ഇവിടുത്തെ മൗലിദ് നമ്മളിവിടെ ഓതി, അവിടുത്തെ മദത്, അവരോട് ബന്ധപ്പെട്ടവരുടെയൊക്കെ മദത് ഈ സദസ്സിലുണ്ടാവും, അതിൽ സംശയമില്ല. അതിൽ വിശ്വാസമുള്ളവരെ സുന്നികളാണ് നമ്മൾ. അവരുടെയൊക്കെ മദത് ഇതിലുണ്ട്, സദസ്സിലുണ്ടാവും. ആ മദത് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം പ്രകാശിക്കല ലംഘല. അള്ളാഹു നമ്മുടെ ഹൃദയം പ്രകാശിപ്പിച്ചു തരുമാറാകട്ടെ. മഹാനായ തിരങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഉസ്താദ് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. സുൽത്താനുൽ ഉലമ ഇപ്പം അടുത്ത ദിവസം മലപ്പുറത്ത് വെച്ച് നടത്തിയ അനുസ്മരണത്തിലും പറഞ്ഞു, ബാപ്പുലിയര് ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുപാട് സമയം കിതാബൊക്കെ മുതാല ചെയ്തു. പിറ്റേ ദിവസം സെബുക്കിന് ചെന്നപ്പോ ബാപ്പുലിയരോട് പറഞ്ഞു, ബാപ്പോ നിങ്ങള് ഇങ്ങനെ നായാ പോരാ, കിതാബ് ഓതി പഠിക്കണമെന്നാ എന്തോ ഒന്ന് പറഞ്ഞു. കുട്ടികളെ അദബ് പഠിപ്പിക്കാനുള്ള ഉസ്താദിന്റെ ഒരു വാക്ക് എന്ന് പറഞ്ഞപ്പോൾ ബാപ്പുലിയർ പറഞ്ഞത്രേ, ഉസ്താദെ ഇന്ന് ഞങ്ങളോട് പറഞ്ഞതിൽ വല്ലാത്ത വേദന ഉണ്ട്, സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ ഇന്നലെ 3 മണി വരെ ഞങ്ങൾ കിതാബിൻ്റെ മുന്നിൽ ചർച്ചയിലായിരുന്നു, എന്നിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഷെയ്ഖുന ബഹറുൽ ഉലൂം അതാ കുട്ടികളുടെ സ്ഥാനത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അതേ പറഞ്ഞു, ഇന്ന പോട്ടെ ബാപ്പു ഞാൻ പറഞ്ഞത് പിൻവലിച്ചു എന്ന അർത്ഥത്തിൽ. ഇതാണ് ഉസ്താദ്. ഒരു പാണ്ഡിത്യത്തിന്റെ ഗരിമയോ അഹംഭാവമോ കിബറോ ഇല്ലാതെ മക്കളോട് സംസാരിക്കുന്നത് പോലെ ശിഷ്യന്മാരോട് വളരെ വിനയവും സ്നേഹവും കാണിച്ചിരുന്ന, ഒരിക്കലും എടാ എന്ന വാക്ക് പോലും ഉസ്താദ് അവർകൾ പറയാറില്ല. നിങ്ങൾ എന്നാണ്. ചെറിയ മക്കളാണ്. എനിക്ക് ഉസ്താദിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് 17 വയസ്സാണ്, 1983. അതുകൊണ്ട് തന്നെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല.
അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എന്തെങ്കിലും സദസ്സുകൾ കിട്ടുമ്പോൾ ഓടി വരുന്നത്. സംസാരിക്കാൻ കഴിഞ്ഞത് കൊണ്ടോ അറിയുന്നത് കൊണ്ടോ അല്ല, അവിടുത്തെ മദത് ലഭിക്കാൻ വേണ്ടിയാ. അല്ലാഹു ആ മദത് നമുക്ക് നൽകട്ടെ, അവിടുത്തെ ഇൽമിന്റെ നഫ്അ നൽകട്ടെ. ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. അവിടുത്തെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ആ ബാപ്പു മുസ്ലിയാർ പ്രധാന ശിഷ്യന്മാർ ഉസ്താദിന്റെ ശരീക്ക് കൂടിയാ. ആ ബാപ്പു ഉസ്താദിന്റെ ശിഷ്യനാണ് മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പണ്ഡിതന്മാർക്കും ഏത് ഗ്രൂപ്പായാലും ഏത് ഭാഗത്തായാലും ശരി, നമ്മുടെ ഉസ്താദ് ബഹറുൽ ഉലൂമിന്റെ ശിഷ്യന്മാരാണ് അവരൊക്കെ. ഇനി മാത്രമല്ല, 2 സമസ്തയാണ് കേരളത്തിലുള്ളത്. ആ 2 സമസ്തയുടെ നേതാക്കന്മാരും മഹാനവറുകളുടെ ശിഷ്യന്മാരാണ്. കഴിഞ്ഞുപോയ കൊടിഞ്ഞി പരീദ് ഉസ്താദ്, സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഒക്കെ ഉസ്താദിന്റെ ശിഷ്യനാണ്. ഉസ്താദ് അംഗീകരിച്ച ശിഷ്യനാണ്. അതുപോലെ തന്നെ സമസ്തയുടെ മറ്റൊരു പ്രസിഡന്റ് കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകൾ ഉസ്താദിന്റെ ശിഷ്യനാണ്. കോയക്കുട്ടി മുസ്ലിയാർ ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹും ഷെയ്ഖുനായുടെ ശിഷ്യനാണ്, ബഹറുൽ ഉലൂമിന്റെ ശിഷ്യനാണ്. എ.പി. ഉസ്താദ് ബഹറുൽ ഉലൂമിന്റെ വളരെ ഇഷ്ടപ്പെട്ട, എല്ലാവരും ഇഷ്ടപ്പെട്ടവരാ. പക്ഷേ ഈ ഇഷ്ടം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്, മറ്റൊരു അവകാശവാദമല്ല. ഇത് കോയക്കുട്ടി മുസ്ലിയാർ ഓതുമ്പോഴും ചെറുശ്ശേരി ഉസ്താദ് ഓതുമ്പോഴും ഒന്നും, പിന്നെ കാളമ്പാടി ഉസ്താദ് ഓതുമ്പോഴൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതേ സമയത്ത് ഷെയ്ഖുന എ.പി. ഉസ്താദ് ഓതുന്നത് കണ്ടിട്ടില്ലെങ്കിലും അവിടുത്തെ അനുഭവങ്ങൾ ദർസുകളിലും മറ്റൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങൾ കൊടുവായൂർ ഉസ്താദ് ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ ചികഞ്ഞ് പറയാറുണ്ട്. ആ കാന്തോരത്തേരുണ്ടെങ്കിൽ ഒരു വയലൊക്കെയായിരുന്നു എന്ന് ചാലിയത്ത് നിന്ന് പറയുന്നു, ഷെയ്ഖുന പറയുന്നു, കൊടുവായൂർ പറയുന്നത് ഞാൻ കേട്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ഈ മഹാന്മാരുടെ ഒക്കെ ഏറ്റവും വലിയ ഗുരുവര്യനാണ് മഹാനായ ഓക്കെ ഉസ്താദ്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫളീലത്തായി നമുക്ക് ഇന്ന് പറയാനുള്ളത്. 2 സമസ്തയുടെയും സാരഥ്യം മുഴുവൻ ചെന്ന് ചേരുന്നത് മഹാനായ ഓക്കെ ഉസ്താദിലേക്കാണ്. ഇനി മാത്രമല്ല, മഹാനായ എൻ്റെ നാട്ടുകാരൻ വെളിയങ്കോട് ഉമറുൽ ഖാദി റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ വലിയാണ്, ആശിഖാണ്, വലിയ പണ്ഡിതനാണ്, വൈജ്ഞാനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ സർവകലാവല്ലഭനാണ്. അതുപോലെ തന്നെയാണ് മഹാനായ ഷെയ്ഖുന ഉസ്താദുൽ അസാത്തീദും. സാധാരണ ഒരു മുദരിസല്ല, നഹ്വും സർഫും ഫിഖ്ഹും മാത്രം ഓതി കൊടുക്കുന്ന, ഏറിയാൽ മിസ്കാത്തും അതുപോലെ തന്നെ മഹല്ലി ഓതി കൊടുക്കുന്ന ഒരു ഉസ്താദല്ല. അതുപോലത്തെ ഒരു ഉസ്താദ് എന്ന് പറഞ്ഞാൽ അദ്വിതീയനായ മുദരിസ്, കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ അദ്വിതീയനായ, രണ്ടാമതൊരാളില്ല അതുപോലെ പകരം വെക്കാൻ. ആ നിലക്കുള്ള ഗുരുവര്യനായിരുന്നു മഹാനായ ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ്. അഥവാ സർവ ഇൽമും, ഇൽമു തിബ്ബ്, ഇൽമുൽ ഫലാസഫ, ഇൽമുൽ കലാം, ഇൽമുൻ നഹ്വ്, ഇൽമുൽ സർഫ്, ഇൽമുൽ മആനി, ഇൽമുൽ മന്തിഖ്, ഇൽമുൽ അദബ്, ഇൽമുൽ ഫലാസഫ, ഇൽമുൽ മന്തിഖ് തുടങ്ങി, ഇൽമു തഫ്സീർ, ഇൽമുൽ ഹദീസ്, ഇൽമുൽ ഫിഖ്ഹ്, ഉസൂലുൽ ഫിഖ്ഹ് തുടങ്ങിയ വൈജ്ഞാനിക ശാഖകളിലെല്ലാം തന്നെ അദ്വിതീയനായിരുന്നു മഹാനായ ഷെയ്ഖുന ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനവർകൾ. ഹബീബായ നബി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കണ്ണിമുറിയാതെ എത്തിപ്പെടുന്ന ഒരു പരമ്പര, സ്പഷ്ടമായ ഒരു പരമ്പര. ആ പരമ്പര കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഉമറുൽ ഖാദി തങ്ങളിലേക്ക് എത്തിപ്പെട്ടി നിൽക്കുകയാണ്. മഹാനായ ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാത്തീദിന്റെ പ്രധാന ഉസ്താദാണ് മഹാനായ താജുൽ ഉലമ കെ സദഖത്തുള്ള മുസ്ലിയാർ നവറല്ലാഹു മർക്കദ.
മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദഹു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സാരഥിയായിരിക്കുമ്പോൾ തന്നെ, സമസ്തയുടെ മുഷാവറ മെമ്പറായിരിക്കുമ്പോൾ തന്നെ മഹാനായ സദഖത്തുള്ള മുസ്ലിയാരാണ് സമസ്തയുടെ പ്രസിഡന്റായത്. ആ സദഖത്തുള്ള ഉസ്താദ് പ്രധാന ഉസ്താദന്മാരിൽ ഒരാളാണ്. കൈപ്പറ്റ മുഹമ്മദ് മുസ്ലിയാരും കുഞ്ഞഹമ്മദ് മുസ്ലിയാരും അതുപോലെ മറ്റു കാപ്പാട് ഉസ്താദും ഒക്കെ ഉസ്താദന്മാരുണ്ടെങ്കിലും പ്രധാനികളായി ലോകമറിയുന്ന, എല്ലാവരും അറിയപ്പെടുന്ന, സമസ്തയുടെ പ്രസിഡന്റ് കൂടിയായിരുന്ന മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദ മഹാനവറുകളാണ് നേർക്ക് നേരെയുള്ള ഉസ്താദ്. ഉസ്താദുൽ അസാത്തീദിന്റെ ഒന്നാമത്തെ ഉസ്താദ് എന്ന് നമുക്ക് പറയാം. മറ്റു ഉസ്താദന്മാരെ അവഗണിക്കില്ല, പ്രധാനപ്പെട്ട ഒരാളെ പറഞ്ഞു എന്ന് മാത്രം. സദഖത്തുള്ള ഉസ്താദിന്റെ പ്രധാന ഉസ്താദാണ് സമസ്ത സ്ഥാപക നേതാക്കന്മാരിൽ പ്രഗത്ഭനായിരുന്ന മഹാനായ ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദ. അവരുടെ മദദ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വലിയ പണ്ഡിത ഗോപുരങ്ങളാ. ഈ പേരുകൾ പോലും ഉച്ചരിക്കാൻ നാം അർഹരല്ല. പക്ഷേ അത് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവരുടെ മദദ് നമുക്ക് ലഭിക്കും എന്ന പൂർണ്ണ വിശ്വാസമാണ് നമുക്കുള്ളത്. അതിനാണ് നമ്മൾ ഈ പറയണോ ഒരുമിച്ച് വിടണമൊക്കെ. നമുക്ക് അവരുടെ മദദ് ലഭിക്കും. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു അവർകൾ സദഖത്തുള്ള ഉസ്താദിന്റെ ഉസ്താദാകുമ്പോൾ മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരുടെ നേരിട്ട ഉസ്താദാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാപണ്ഡിതൻ. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി വലിയ പണ്ഡിതനാണ്. ആ മഹാനവറുകളുടെ ഗുരുവര്യരാണ് പൊന്നാനി വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. മഹാപണ്ഡിതനാണ്. അവരുടെ ഉസ്താദാണ് അലി ഹസൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു. പൊന്നാനിയിലെ അലി ഹസൻ മഖ്ദൂം എന്നവർ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാരുടെ ഗുരുവാണ്. അവരുടെ ഗുരുവാണ് അലി ഹസൻ മഖ്ദൂമിന്റെ ഗുരുവാണ് അഹ്മദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു. അഹ്മദ് മഖ്ദൂമിന്റെ ഗുരുവാണ് ഉമറുൽ ഖാദി നവ്വറല്ലാഹു മർക്കദ. ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് ചെന്നുകൊണ്ട് യാ കിറമൽ ഖുറമ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലി ജനാബികും യർജുൽ ലതാലൽ ബുകായി ബിബാബികും വദ്ദമ്മു മിൻ ഐനൈഹി സഹല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅഹ്ലി ബൈത്തിഹി വസല്ലിം. അദ്വിതീയമായ ഒരു കവിതയാണ്. മദ്ഹ് ഒരുപാട് ലോകത്തുണ്ട്. പക്ഷേ കേരളക്കാരനായ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചിച്ച ആ കവിതയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ ജവാബ് ഖുർആനിന്റെ ആയത്ത് കൂടിയാണ്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പാട്ടല്ലെങ്കിലും എവിടെയും കൊണ്ടുവെക്കാൻ പറ്റിയ സാഹിത്യ മൂല്യമുള്ള, സൗന്ദര്യമുള്ള, ഘടന ഒത്ത, എവിടെയും വിന്യസിക്കാവുന്ന ഒരക്ഷരക്കൂട്ട്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇങ്ങനെ നബിയുടെ മദ്ഹിന് ഈരടികൾ പാടിയ ഒരു കവിത വേറെ കണ്ടിട്ടില്ല. ഇല്ല എന്ന് പറയാൻ ഞാനാളല്ല, പക്ഷെ നമുക്കറിയില്ല. ഈ കവിതകൾ രചിച്ച ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ ഏഴാമത്തെ ഗുരുവാണ്. ആരുടെ? ബഹ്റുൽ ഉലൂമിന്റെ ഗുരുവാണ്. അവിടുന്ന് അങ്ങോട്ട് ഉമർ ഖാദിയുടെ ഗുരുവാണ് മമ്മിക്കുട്ടി മഖ്ദൂം റളിയല്ലാഹു അൻഹു. അവരുടെ മൂന്നാമത്തെ നാലാമത്തെ ഗുരുവാണ് നമ്മുടെ
ഫതുഹുൽ മുഈൻ മുസന്നിഫായ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവരുടെ 3, 4, 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ എത്തിപ്പെടുന്ന ഗുരു ഇബ്നു ഹജറുൽ ഹൈതമി ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ, വലിയ മഹാൻ. ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ന് റജബ് 10 ആണ്. എപ്പോ നിർത്താം? ഹസനി വന്നാ മാഷാ അല്ലാഹ്, ഇപ്പൊ നിർത്താം. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള് എന്നാ കേരളത്തിന്റെ ഇബ്നു ഹജർ എന്നറിയപ്പെട്ട ഒരു പണ്ഡിതനെ കൂടി ഇന്ന് നാം അനുസ്മരിക്കണം. അത് മറ്റാരുമല്ല, മഹാനായ വെളിയങ്കോട് തട്ടാങ്ങര കുട്ടിയാമ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ വനഫഅനാ ബിഉലൂമിഹി. മഹാനവർകൾ കേരളത്തിന്റെ ഇബ്നു ഹജർ എന്ന, മലബാറിന്റെ ഇബ്നു ഹജർ എന്ന പേരിൽ അറിയപ്പെട്ട മഹാപണ്ഡിതനാണ്. ആ മഹാനവറുകളുടെ വഫാത്ത് ദിനമാണിന്ന്. 1341 റജബ് 10 106ാമത്തെ ആണ്ട് ദിനാണെന്ന് ഒത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന കൊല്ലം ഇപ്പരിപാടി ഇവിടെ നടത്തുമ്പോൾ മഹാനവറുകൾ കൂടി അതിൽ ചേർക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഉസ്താദ് അവറുകളുടെ ഓർമ്മയിലേക്ക് പങ്കുവെക്കുകയാണ്. ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് കേരളത്തിൽ അറിയപ്പെട്ട മഹാനായ കുട്ടിയ മുസ്ലിയാർ, അവരുടെ വഫാത്ത് ദിനമാണ് റജബ് 10. ഇമാമുന ശാഫിഈ തങ്ങൾ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളിൽ നിന്ന് മഹാനായ ഇമാമുന നബവി, ഇമാം സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരു, ആ പരമ്പര ചെന്ന് എത്തിപ്പെടുന്നത് ഇമാമുന നബവി. അവിടുന്ന് ആ പരമ്പര ഇമാമുന ശാഫിഈ, അവിടുന്ന് അങ്ങോട്ട് പോയി ഇമാം മാലിക് റളിയല്ലാഹു അൻഹും, ഇമാം നാഫിഉ റളിയല്ലാഹു അൻഹും, അവരുടെ ഗുരുവായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ ഒരു പരമ്പരയാണ്. ഇത് ഒരു പരമ്പരയല്ല, ഒരുപാട് പരമ്പര. ബഹറുൽ ഉലൂമിലൂടെ തന്നെ ഒരുപാട് പരമ്പര. ഒരു പരമ്പര ചില ഭാഗങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി കൈപ്പറ്റയുടെ ഭാഗത്തിലൂടെയും അങ്ങനെ കാപ്പാട് ഉസ്താദിന്റെ ഭാഗത്തിലൂടെയും പല ഭാഗത്തിലൂടെയും കുട്ടിയാ മുസ്ലിയാർ കടന്നു വരുന്ന ആ ശൃംഖലയും ഒക്കെ തന്നെ ബഹറുൽ ഉലൂമിലേക്ക് അടുത്ത കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ട്രാൻസ്ഫോമർ മഹാനായ ബഹറുൽ ഉലൂമാണ്. വലിയ എല്ലാ ഇൽമുകളും, ഒരു ഇൽമല്ല, ഞാൻ പറഞ്ഞല്ലോ മുഴുവൻ ഇൽമുകളും. ഹദീസ് അതിൽ ഏറ്റവും വലിയ നെഹരീറ, ഏറ്റവും വലിയ പണ്ഡിതനാണ്. ഇൽമുൽ ഫിഖ്ഹിലും ഇൽമുൽ തസവ്വുഫിലും ഇൽമുൽ അദബിലും എന്ന് വേണ്ട എല്ലാ ഇൽമുകളിലും മഹാനായ ശൈഖുന ഒരു നിറകുടമായിരുന്നു, എന്നാൽ തുളുമ്പാറില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിനയമായിരുന്നു, വിനയത്തിന്റെ പ്രതീകമായിരുന്നു മഹാനായ ശൈഖുന. മഹാനവർകൾ ഹജ്ജിന് പോയപ്പോൾ ഉണ്ടായ സംഭവമാണ് മൗലുദിൽ പല കറാമത്തുകളിൽ ഒന്ന്. എന്താ പറഞ്ഞത്? ഹജ്ജിന് പോയ സമയത്ത് ഹറമിൽ വെച്ച് ആരോ വന്ന് കുറച്ച് റിയാല് കയ്യിൽ കൊടുത്തു. നിർബന്ധിച്ചപ്പോ ശൈഖുന മേടിച്ചു, പോക്കറ്റിലിട്ടു. അയാൾ പോവുകയും ചെയ്ത്. പിന്നെ ശൈഖുന പങ്കുവെക്കുന്നുണ്ട് പലരോട്. ഞാൻ അത് തന്നപ്പോ ഞാൻ വിചാരിച്ചു, എന്താ പിന്നെ വേഷമൊക്കെ കണ്ടിട്ട് ഒരു ഫക്കീറിന്റെ മാതിരി തോന്നുന്നുണ്ടാ? ഉസ്താദ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കണ ആളല്ല. ഇന്നെ അങ്ങനെ തോന്നിയിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടണോന്ന് ഒരിക്കലും ജീവിതത്തിന്റെ ഒരു സമയത്ത് പോലും ചിന്തിക്കാത്ത മഹാനായ ശൈഖുന ഉസ്താദുല്ല സാത്തീദ്. ഓക്കെ ഉസ്താദ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ അങ്ങനെ ഒരു അങ്കലാപ്പ് വന്നു. ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ആ കാശിന് കുറച്ച് അജ്വ മേടിച്ചു മദീനത്തിന്. അത് നാട്ടിൽ വന്ന് കുടുംബക്കാർക്കൊക്കെ കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ കാണാൻ വന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വടകര മുഹമ്മദ് ഹാജി പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണെന്ന് തോന്നുന്നു. മൗലൂദിലെ പറഞ്ഞില്ല എന്നുണ്ട്, അങ്ങനെ തന്നെ പറഞ്ഞില്ല. വടകര വന്നിട്ട് വർത്താനങ്ങളൊക്കെ പറയുന്നതിലിടക്ക് ഉസ്താദിനോട് പറഞ്ഞു, ഹറമീന്ന് ഒരാൾ കായ് തന്നില്ലേ? തന്നു. അപ്പൊ ഉസ്താദ് ഈ സംഭവം ഒരാളോടും പറഞ്ഞിട്ടില്ല. ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ, ഒരാളോടും പറഞ്ഞിട്ടില്ല. ഉസ്താദ് എന്നോട് അമ്മദാജി വന്നിട്ട് പറയാ, അറമീന്ന് ഒരാൾ കായ് തന്നില്ല, ഖിളിർ നബി ആയിരുന്നു കേട്ടോ. അപ്പൊ അമ്മദാജി ഒരു മസ്താനൊക്കെ ആയിട്ട് ഒരു വലിയായിട്ടൊക്കെ പറയുന്നുണ്ട്. ഉസ്താദ് എല്ലാരെയും കണ്ട് കയറി ഇതാക്കുന്ന ആളല്ല, അങ്ങനെ സ്വഭാവമുണ്ട്.
കണ്ടോരൊക്കെ ഔലിയ എന്ന് പറഞ്ഞ് നടക്കണ ആ കൂട്ടത്തിലല്ല ഉസ്താദ്. ഉസ്താദിന് ഫലാസഫ, ഇൽമുൽ ഫലാസഫ ഉണ്ട്. മുഖം നോക്കിയാൽ തന്നെ തിരിയും. അത് ഉസ്താദിന്റെ അനുഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില മുഖത്ത് നോക്കിയിട്ട് ഓൻ അതാണ് ഇതാണ് എന്ന് ഉസ്താദ് അവർ പറയുകയും അതുപോലെ സംഭവിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഒരുപാടുണ്ടായി. ഞാൻ അപ്പം നിർത്തുകയാണ്. ഏതായിരുന്നാലും ശരി, ഖിദർ നബി ആയിരുന്നു ആ വന്നതും തന്നതെന്നും മമ്മദാജിയാണ് പറഞ്ഞത്. അപ്പം മമ്മദാജി ആരാന്നും തിരിഞ്ഞു, അവിടുന്ന് കൊടുത്ത ആളാരാണെന്നും തിരിഞ്ഞു. ഇതാണ് ബഹറുൽ ഉലൂം. എന്തിനാണ് നമ്മൾ ഇവരൊക്കെ ബഹുമാനിക്കണം ആദരിക്കണം? ഇൽമാണ്. ഇൽമ എന്ന് പറഞ്ഞാൽ എന്താ? അതിലും വലുതൊന്നില്ല. മുത്തഅല്ലിമീങ്ങളെ, ഈ സ്ഥാപനം അള്ളാഹു ഉയർത്തട്ടെ. ഇവിടുന്ന് ഇന്ന് ഉസ്താദ് കാരണമായി ഇവിടെ തുടങ്ങിയ ബഹറുൽ ഉലൂമിന്റെ പേരുള്ള ബറക്കത്തുള്ള സ്ഥാപനം, ഞാൻ പറഞ്ഞല്ലോ, ഇസ്മായിൽ സുലൈമാ ഉസ്താദ് പേര് വെച്ചു കൊടുത്താണ് മർക്കസ് ബഹറുൽ ഉലൂം. എന്നിട്ട് ഉസ്താദ് അങ്ങനെ മർക്കസിലേക്കാ പോണേ. പിന്നെ കാരണം അതൊരു ഉസ്താദാണല്ലോ. ആ ഉസ്താദിനോട് പോയിട്ട് ഒന്നും കൂടി വിവരം പറഞ്ഞ് ഇങ്ങനെ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞപ്പോൾ പേര് ഉസ്താദ് ഇങ്ങോട്ട് പറഞ്ഞാണ് അല്ലേ. സുലൈമാൻ ഉസ്താദിനോട് പേര് ചോദിച്ചു. അപ്പോൾ ബഹറുൽ ഉലൂം, മർക്കസ് ബഹറുൽ ഉലൂം എന്ന് പറഞ്ഞു. എ പി ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചിട്ടില്ല. അവിടെ ചെന്നപ്പോൾ ഉസ്താദ് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ഇന്ന മർക്കസ് ഉസ്താദിന്റെ പേരിലുള്ള സ്ഥാപനമല്ലേ മർക്കസ് ബഹറുൽ ഉലൂം. ഇങ്ങനെ ഒരു കറാമത്ത് കൂടി ഈ സ്ഥാപനത്തിനുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ മദദ് നമുക്കൊക്കെ നൽകട്ടെ. മരണം അള്ളാഹു നന്നാക്കി തരട്ടെ. ഇൽമിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ആലിമീങ്ങളെ ബഹുമാനിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇൽമ എന്നതിനേക്കാൾ വലുതൊന്ന് ലോകത്തില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ ഇസ്ലാമിന്റെ ഈറ്റില്ലവും പോറ്റില്ലവും പാർലമെന്റ് ഹാളും ജുഡീഷ്യറിയും എല്ലാം മദീന പള്ളിയാണെങ്കിൽ ആ മദീന പള്ളിയിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്വഹാബി വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുക. അതിനിടക്ക് ആജാനുബാഹുവായ അപരിചിതനായ ഒരാൾ കയറി വന്നു. ഇത് വന്നപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന ആള് അയാളുടെ വരാൻ വിമുഖത കാണിച്ചു. അങ്ങനെയാണല്ലോ മാന്യന്മാര് ചെയ്യുക. വേറൊരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനാണ്ട് പോട്ടെ എന്ന് വെക്കില്ല. അതുകൊണ്ട് അത് പഠിപ്പിക്കാനും കൂടി ആയിരിക്കണം അയാളുടെ മാറി നിന്നു. ഇത് കണ്ടപ്പോൾ ഒരാൾ പുതിയതായി വന്നിട്ടുണ്ട്, അപരിചിതനാണ് എന്ന് മനസ്സിലാക്കിയ സഹാബി മാറി നിന്നു. അപ്പോൾ അയാൾ കടന്നു വന്നു. എന്തോ റസൂലുള്ളാഹി തങ്ങളോട് കുറച്ച് വാക്കുകൾ പറഞ്ഞ അയാൾ അദ്ദേഹം പോവുകയും ചെയ്തു. പോയതിന് ശേഷം ഈ സഹാബി വീണ്ടും വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ വന്ന ആളാരാന്നറിയോ? ഇല്ല യാ റസൂലുള്ളാഹി, എനിക്കറിയില്ല. അത് അസ്രായീൽ അലൈഹിസ്സലാമാണ്. അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെടുങ്ങുമല്ലോ. കാരണം ഒരു തേനച്ചവടക്കാരനല്ലല്ലോ. അപ്പൊ ആ പേടി ഉണ്ടാവും. ഒന്ന് ഞെട്ടി. അടുത്ത ഞെട്ടൽ വീണ്ടും വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയാൾ എന്തിനാ വന്നതെന്നറിയോ? ഇന്ന് മഗ്‌രിബിക്ക് മുമ്പ് നിങ്ങളെ റൂഹിനെ പിടിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ചില ഡോക്ടർമാരുണ്ട് ഞങ്ങൾക്ക് ക്യാൻസർ ആണെന്നുണ്ട് നേരിട്ട് പറയും. ചിലർ മക്കളോടെ പറയുള്ളൂ, ഇയാളോട് പറയണ്ട. കാരണം പറയാം, ദഹിക്കാനുള്ള സമയം കണക്കാക്കാനുള്ള കെൽപ്പുണ്ടാവില്ല. പക്ഷെ ഇത് നബിയുടെ ശിഷ്യനാ, കെൽപ്പുള്ള ആളാ, അത് നമുക്ക് പിന്നീട് അറിയാം. അതുകൊണ്ട് നേരിട്ടങ്ങ് പറഞ്ഞു നബി, എന്ത് നിങ്ങളെ റൂഹിനെ പിടിക്കും. ഇന്ന് മഗ്‌രിബിക്ക് മുമ്പ് 1 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് അത് പറയാൻ വേണ്ടി വന്നതാണ്. ഇത് പറഞ്ഞ സമയം ആ സ്വഹാബി ഞെട്ടിയെങ്കിലും ഉടനെ പറഞ്ഞൊരു വാക്കുണ്ട്, ദുല്ലനി യാ റസൂലല്ലാഹ് അലാ ഔഫഖി അമലിൻ യുദ്ഖിലുനിൽ ജന്ന. യാ റസൂലല്ലാഹ്, എന്നെ സ്വർഗപ്രവേശം സാധ്യമാക്കുന്ന ഒരു അനുയോജ്യ കർമ്മം ഇപ്പൊ പഠിപ്പിച്ചു തരണം. സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പൊ പഠിപ്പിച്ചു തരണം. ചോദിക്കേണ്ടതാണ് ചോദിച്ചത് അല്ലേ? അപ്പ തൽസമാത്ത് പഠിക്കാനല്ലല്ലോ പറയാ, അല്ലെങ്കിൽ മറ്റേ ഇൽമ പഠിപ്പിക്കാനല്ലല്ലോ പറയാ. ബുദ്ധിയുള്ള ആ മനുഷ്യൻ പറഞ്ഞ എന്തൊക്കെ സ്വർഗത്തിൽ കടക്കണം, അതിനുള്ള ഒരു അമലിപ്പ പറഞ്ഞു തരണം. മദീന പള്ളിയിലാണുള്ളത്. ഒരു റക്അത്ത് നിസ്കരിച്ച 1000 ലക്ഷം കൂലി കിട്ടണ പള്ളിയാണ്. ആ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് മറ്റൊന്നുമല്ല, തഅല്ലമിൽ ഇൽമ, മോനെ നീ ഇൽമ പഠിച്ചോ. പിശാച് നമ്മുടെ കൂടെ ഉണ്ടാവും. മീസാൻ തുടങ്ങിയത് മുതൽ, മുത്തഫരീദ് തുടങ്ങിയത് മുതൽ, ഒരു ഇപ്പല്ലാന്ന് പറഞ്ഞു. ഇപ്പൊ മീസാൻ തുടങ്ങിയത് മുതൽ, ഖുലാസ തുടങ്ങിയത് മുതലുണ്ടാവും പിശാച്. ചോറ് പോരാ,
ഭക്ഷണം പോരാ, ഫാന് കാറ്റില്ല, മറ്റതാണ് മറിച്ചതാണ്, ഉസ്താദ് പോരാ, ഒരിക്കലും റേഞ്ചില്ല, ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് പിശാച് പിന്തിരിപ്പിക്കാൻ തുടങ്ങും. അതുകൊണ്ട് മക്കളെ പിന്തിരിയരുത്. ഇത് സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു മാർഗമാണ്. അതിലും വലിയ ഒരു അമല് വേറല്ല. അതുകൊണ്ടാ റസൂലുള്ള ആ ഹദീസിന്റെ റിപ്പോർട്ടിൽ റാവി പറയുന്നുണ്ട്, വേറെ ഏതെങ്കിലുമാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പറ്റിയ അമലെങ്കിൽ നബി അത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ അതിനേക്കാൾ വലുത് ആ സമയത്ത് അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഏതാണ്? ഇൽമു പഠിക്കാൻ തന്നെയാണ്. അയാൾ ഇൽമു പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങി. മഗ്രിബിന്റെ മുമ്പ് ഫഖദ് ഖുബിൽ, അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. ഇത് വെളിയങ്കോടുന്ന് ഇവിടെ വന്നിട്ട് ബഡായി വിട്ടതല്ല, മറിച്ച് ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു എഴുതിയ തഫ്സീറുകളിൽ വളരെ പ്രമുഖമായ തഫ്സീറാണ് റാസി ഇമാമിന്റെ തഫ്സീറിൽ വഅല്ലമ ആദമ എന്തെന്നാ ആദം നബിക്ക് എല്ലാ അസ്മാവും എല്ലാം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ആദം നബിക്ക് എല്ലാ അസ്മാവും, എല്ലാ ജ്ഞാനവും, സർവജ്ഞാനവും ആദം നബിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ റാസി ഇമാം ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. മഹാന്മാരുടെ ആ ബറക്കത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് എൽമിന്റെ ആലിമീങ്ങളെയും എൽമിനെയും ബഹുമാനിക്കുന്ന സദസ്സാണിത്. അതിലും വലിയൊരു സദസ്സില്ല. ഹൃദയം നൂറ പ്രകാശിക്കും. അതാണ് മഹാനായ മുല്ലാ ഹസൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സുബ്ഹാനഹു മഅഅദമ ശഅന എന്ന് പറഞ്ഞതിന്റെ ബഹസ് ഇങ്ങനെ വിവരിക്കുന്നിടത്ത് ഓക്കെ ഉസ്താദ് ഇങ്ങനെ ഓയി തരുന്ന സമയത്ത് പറയുന്നുണ്ട്, എന്തിനാണ് ഇതിന്റെ ഗായത്ത്? ഹംദും, അള്ള വലിയവനാണ്, കുട്ടിയമേലിയൊരു വലിയ ആളാണ്, ജയന്തി മഖ്ദൂം വലിയ ആളാണ്, അതുപോലെ തന്നെ ബഹറുൽ ഉലൂം വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുക എന്ന് ചോദിക്കുന്ന ആധുനിക ബിദ്അത്തുകാരുണ്ടല്ലോ. എന്താ അവരെ ബഹുമാനിച്ചിട്ട് ഇങ്ങക്കണ്ട് പഠിച്ചാ പോരെ എന്ന് പറയുന്നവരുണ്ടല്ലോ. ഷെയ്ഖ് ജീലാനിയെ ബഹുമാനിച്ചിട്ട് എന്താ കിട്ടുക എന്ന് പറയുന്നവർ, അത് ആദരവ് പൂജനീയമാണ്, പൂജിക്കുകയാണ് നിങ്ങൾ എന്ന് പറയുന്നവരുണ്ടല്ലോ. എന്നാൽ അഹ്ലുസ് സുന്നത്തിന്റെ ഒരു അഖീദയാണ്. അതെ, വളരെ വ്യക്തമായി മുല്ലാ ഹസൻ പോരോത്ത ഇൽമുൽ മാനിയുടെ പോരോത്ത മന്ദിക്ക് പോരോത്ത ഗ്രന്ഥങ്ങളിൽ വരെ പറഞ്ഞതായി കാണാം. തക്ബീറിന്റെയും തഖ്ദീസിന്റെയും തഹ്മീദിന്റെയും തസ്ബീഹിന്റെയും ഗായത്ത് ഇൻഇകാസു അസിഅത്തി തനസ്സുഹി മിനൽ മുനസ്സഹി ഇലൽ മുനസ്സിഹീൻ. മിനൽ മുനസ്സഹി കിതാബിലില്ലട്ടാ, ഇനി നോക്കിയിട്ട് ഹംസ ഇബാർത്ത് തെറ്റിച്ചെന്ന് പറയും. ഇക്കൊരു രസം തോന്നിയപ്പോൾ അങ്ങനെ പറഞ്ഞ ഇലൽ മുനസ്സിഹീൻ ഉണ്ട്. മുനസ്സിഹീങ്ങളിലേക്ക്, പ്രശംസകരിലേക്ക്, പ്രശംസിക്കപ്പെടുന്നവരുടെ പ്രതിഭാത്വത്തിന്റെ കിരണങ്ങളുടെ പ്രതിബിംബം ലഭിക്കും എന്ന് മുല്ലാ ഹസൻ തുടക്കത്തിൽ കാണാം. അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ള വലിയതാകല്ല, മറിച്ച് നമുക്ക് ആ വലിപ്പത്തിൽ നിന്ന് ഒരല്പം കിട്ടും, മഹാന്മാരെ മദദ് കിട്ടും. അത് തന്നെയാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തുഹഫയിൽ പറഞ്ഞത്. സാധാരണക്കാരെ സിയാറത്ത് ചെയ്യൽ പെണ്ണുങ്ങൾക്ക് കറാഹത്താണ്. അത് വാപ്പായാലും ഉമ്മയായാലും വല്ലിപ്പായാലും ശരി. അവര് ഔലിയാക്കന്മാരും ആലിമീങ്ങളും സ്വാലിഹീങ്ങളുമാണെങ്കിൽ അവർക്കും സുന്നത്താ. എന്നാൽ തന്നെ പൂർണ്ണ ചിട്ട പാലിച്ചുകൊണ്ടേ പോകാൻ പാടുള്ളൂ. ചാറക്കാര് അതിന് ഒരു പക്ഷേ എല്ലാ പ്രോത്സാഹനം ചെയ്യും, കാരണം അവർക്ക് ആശ വേണ്ടത് നടത്തുന്നവർക്കൊക്കെ. അതേസമയം അവിടെ കിടക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് മര്യാദകൾ പാലിച്ചു വേണം. എവിടേക്കാണെങ്കിലും അമ്പംകുന്നായാലും ശരി, വെളിയങ്കോട്ടക്കായാലും ശരി, അതേ പുത്തമ്പള്ളിക്കായാലും ശരി, നാവൂർക്കായാലും ശരി, അദബുകൾ മുഴുവൻ പാലിച്ചുകൊണ്ട് ഔറത്ത് മറച്ചുകൊണ്ട് വേണം അവിടേക്ക് കടന്നു ചെല്ലാൻ. എന്നാലും അവർക്ക് സുന്നത്തുണ്ട്. എന്നിട്ട് അതിന് കാരണം പറയുന്നത് യസ്ലു മദദുഹും ഇലസ്സായിരീൻ ലാ യുൻകിറുഹു ഇല്ലൽ മുഹ്റമൂൻ. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയാ, മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോഴും അവരെ പറയുമ്പോഴും അവരെ സദസ്സിൽ പങ്കെടുക്കുമ്പോഴും യസ്ലു മദദുഹും, അവരുടെ മദദ് സഹായം നമുക്ക് ലഭിക്കും. അത് തന്നെയാണ്
എം കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ വലിയൊരു സാഹിത്യകാരൻ കേരളത്തിലുണ്ടായിരുന്നു. കലാകൗമുദിയുടെ അവസാന ഭാഗം സാഹിത്യ വാരഫലം എന്ന് പറഞ്ഞുകൊണ്ട് സാഹിത്യ നിരീക്ഷണം നടത്താറുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറയുകയുണ്ടായി, ഡി വിനയചന്ദ്രൻ എന്ന കവി ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത്. അയാൾ വെള്ളത്തോളിനെയും ആശാനെയും സംബന്ധിച്ച് എന്തോന്ന് മോശമായി പറഞ്ഞു സാഹിത്യം വിലയിരുത്തുന്ന കൂട്ടത്തിൽ. അപ്പം മൂപ്പര് മറുപടി കൊടുത്താൽ, വിനയ അങ്ങനെ പറയരുത്, വെള്ളത്തോളും ആശാനൊക്കെ വലിയ ആൾക്കാരാണ്, ആ മഹാന്മാരെ നമ്മൾ ബഹുമാനിച്ചാൽ നമ്മൾ ചെറുതാവൂല, അവരൊരു ഇഞ്ചി ഉയരിയില്ല. മൂപ്പര കാഴ്ചപ്പാട് അങ്ങനെയാണ്. അതേ സമയം അവരുടെ പ്രതിഭ ഉണ്ടല്ലോ, ആ പ്രതിഭയുടെ പ്രതിബിംബനം നമ്മുടെ മനസ്സിനെ വിശാലമാക്കുകയും സന്തോഷിപ്പിക്കുകയും അവരുടെ മദത് നമുക്ക് ലഭിക്കും എന്ന അർത്ഥത്തിന് എം കൃഷ്ണൻ നായർ പറഞ്ഞതായി കാണാം. അല്ലാഹു തആല ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ.